ഈ കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ ഗോൾഡ് വിൽക്കുമ്പോൾ ഞാനത് എന്റെ ടാക്സ് ഇപ്പോൾ ഈ പറഞ്ഞ 12.5% ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും അത് ട്രാക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഇന്ത്യയിലില്ല. ഗവൺമെന്റ് ട്രാക്ക് ചെയ്യില്ല. ഇപ്പോൾ എവിടെ ട്രാക്ക് ചെയ്യും? നമ്മളായിട്ട് പറഞ്ഞാലല്ലേ ടാക്സ് ട്രാക്ക് ചെയ്യുക. ഇതെവിടെയാണ് ട്രാക്ക് ചെയ്യുന്നത്? ഞാൻ 50,000 റുപ്പീസിന്റെ മുകളിൽ ഒരു സെയിലിന്റെ മുകളിൽ ഞാൻ പാൻ നമ്പർ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ആ പാൻ നമ്പർ വെച്ചിട്ട് എൻ്റെ ASലോ എൻ്റെ ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ എവിടെയും തന്നെ വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിന് TDS ഇല്ല. ഒരു പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് TDS ഉണ്ട്, പക്ഷെ ഒരു ഗോൾഡ് വിൽക്കുന്ന സമയത്ത് TDS ഇല്ല. അപ്പം എസ്പെഷ്യലി ഇന്നത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡിൽ വന്നിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി കാരണം അവൈലബിലിറ്റി ഇൻ ദ ഗോൾഡ്, ഇമ്പോർട്ടഡ് ഗോൾഡ് വിത്ത് സെൻട്രൽ ബാങ്ക് കുറയുമ്പം ഞാൻ ഈ പറഞ്ഞ 28,000 34,000 ടണ്ണിലാണ് മാർക്കറ്റ് ഇനി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ടണ്ണിൽ ഇമാജിൻ ഒരു 4,000 10% ടണ്ണ് തന്നെ മാർക്കറ്റിലേക്ക് വരികയും വിചാരിച്ചോളൂ സെയിലിലേക്ക്. ഇമാജിൻ ദ കൈൻഡ് ഓഫ് വാല്യൂ. 4,000 ടൺ എന്ന് പറഞ്ഞാൽ ഇമാജിൻ ദ കൈൻഡ് ഓഫ് കിലോ മൾട്ടിപ്ലൈ വിത്ത് മാർക്കറ്റ് വാല്യൂ. വാട്ട് ഈസ് ദ സെയിൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഇന്ത്യ അല്ലേ? അപ്പം എന്താ ചെയ്യുക? ഗവൺമെന്റ് ഈ ട്രാൻസാക്ഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് എ പോസിബിലിറ്റി ഈവൻ 1% അല്ലെങ്കിൽ 0.5% TDSന്റെ റേറ്റ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിടിച്ചാൽ പോരെ? അല്ലെ സ്മോൾ എമൗണ്ട്. നേരത്തെ പറഞ്ഞാൽ GST 3% പിടിക്കുന്ന പോലെ തന്നെ 3% GST വരുന്നുണ്ടല്ലോ. 3% GST എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം B2C ആണ്. മിഥുനാണ് വാങ്ങിച്ചതെന്നല്ല ട്രാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ B2Cയിൽ. പക്ഷെ അതേ സമയത്ത് പാൻ നമ്പർ വെച്ചാൽ മാത്രമല്ലേ ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. TDS ഒന്നല്ലേ ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഐ സ്ട്രോങ്ലി എക്സ്പെക്ട് വന്നിട്ട് ഗവൺമെന്റ് വെരി സൂൺ വിൽ ബ്രിങ് എ TDS സ്മോൾ പെർസെൻറ്റേജ്, ഇവനെ 0.5% ട്രാക്ക് TDS ട്രാക്ക് ചെയ്യാനാണ് കേട്ടോ. ഇവനെ 0.5%, 0.1%, വാട്ട് എവർ ഇറ്റ് ഇസ്, എ സ്മോൾ പെർസെൻറ്റേജ് TDS വന്നിട്ട് ഈ സെയിലിന്റെ മുകളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. Fintaxman, the mentor your business needs.